ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് 2019 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സെക്യൂരിറ്റി അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ക്ലിയർ? സോ 2 സ്റ്റോക്ക് തന്നിട്ട് അതിന് കുറച്ച് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. സോ സ്റ്റോക്ക് എ ആൻഡ് ബി ഹാവ് ദ ഫോളോയിങ് റിട്ടേൺസ് ഫോർ the past 2 years. ഇപ്പോൾ 2 വർഷത്തെ ഡാറ്റ തന്നിട്ടുണ്ട്. 2 കമ്പനി എയും ബിയും. ക്ലിയർ? ഇപ്പോൾ 2018 2019 ക്ലിയർ? എയുടെ ഡാറ്റ എന്ന് പറയുന്നത് റിട്ടേൺ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 12ഉം 18ഉം. ഓക്കെ, 18ഉം 19ലുള്ള ഡാറ്റയാണ്. ദെൻ ബി എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷൻ 14ഉം 12ഉം. ഓക്കെ, സോ നമ്മുടെ ടാസ്ക് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ്. നമ്പർ 1, what is the expected return of the portfolio made up of 60% of A and 40% of B? Clear? So this is the first part. Expected return calculate ചെയ്യാനാണ് പറഞ്ഞത്. എവിടെയാണ് നമ്മൾ പഠിച്ചത്? പോർട്ട്ഫോളിയോ അനാലിസിസിലാണോ? അല്ല അല്ലേ? ഇപ്പോൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ സെക്യൂരിറ്റീസിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിരുന്നു അല്ലേ? 2 സെക്യൂരിറ്റീസ് വരെയാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയിൽ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അതനുസരിച്ച് ഈ 60%ഉം 40%ഉം എന്നുള്ള റേഷ്യോയിൽ കമ്പയർ ചെയ്തിട്ട് അല്ലേ നമ്മൾ ചെയ്യണം. ക്ലിയർ? സമ്മേഷൻ ഓഫ് XI ഇൻറ്റു RI എന്നുള്ള രീതിയിലെടുത്ത് ചെയ്യണം. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യും. നമ്പർ 2, ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്റ്റോക്ക്. ഓരോ സ്റ്റോക്കിൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ മെയ്ഡ് അപ്പ് ഓഫ് 60% എയും 40% ബിയും തന്നു. ക്ലിയർ? ഇവിടെ തന്നിരിക്കുന്ന പോർട്ട്ഫോളിയോ ആണ്. ഇതെന്താ തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്റ്റോക്കാണ്. ഓരോ സ്റ്റോക്കിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ അല്ല കാൽക്കുലേറ്റ് ചെയ്യണം, ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എയുടെയും ബിയുടെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് വൺ, മൂന്നാമത്തതായിട്ട് നമ്മളത് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം, സോ what is the covariance and coefficient of correlation between A and B? ഇപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ കോവേരിയൻസ് അല്ലെങ്കിൽ കോവേരിയൻസും കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയും റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് കോവേരിയൻസ് മെഷർ ചെയ്യണം, അതുപോലെ കോയിഫിഷ്യൻ്റ് അല്ലേ, കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. Then lastly, what is the portfolio risk of portfolio risk? Clear? With a portfolio consisting of 80% of A and 60% of A and 40% of B. Clear? സോ ഇതിൻ്റെ പോർട്ട്ഫോളിയോ റിസ്ക് എന്താണെന്ന് കാൽക്കുലേറ്റ്. അപ്പോൾ ഇവിടെ എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം? പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ വേരിയൻസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം, പോർട്ട്ഫോളിയോ എക്സ്പെക്റ്റഡ് റിട്ടേൺ. രണ്ടാമത്തത്, ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. മൂന്നാമത്തത്, കോവേരിയൻസും കോറിലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം പോർട്ട്ഫോളിയോൻ്റെ. ക്ലിയർ? അടുത്തത്, പോർട്ട്ഫോളിയോൻ്റെ വേരിയൻസ് അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാം, ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. സോ പോർട്ട്ഫോളിയോ റിട്ടേൺ. ക്ലിയർ? ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് പോർട്ട്ഫോളിയോ റിട്ടേൺ അല്ലേ? സോ ബിഫോർ കാൽക്കുലേറ്റിംഗ് പോർട്ട്ഫോളിയോ റിട്ടേൺ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ 2 വർഷത്തെ ഡാറ്റയാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 2 വർഷത്തെ ഡാറ്റ കൊണ്ട് നമ്മൾ XI ഇൻറ്റു RI അങ്ങനെ ചെയ്യും അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ മീൻ റിട്ടേൺ ആക്കി മാറ്റുക. ക്ലിയർ? എക്സ്പെക്റ്റഡ് റിട്ടേൺ ആക്കി മാറ്റുക. ഇവിടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി തന്നിട്ടുണ്ടോ അല്ലേ? സാധാരണ നമ്മൾ എന്താ ചെയ്യുക? XI ഇൻറ്റു PI ആണ് ചെയ്യുക അല്ലേ? എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ. പക്ഷേ അവിടെ എന്ത് വേണം? പ്രോബബിലിറ്റി വേണം അല്ലേ? പോസിബിലിറ്റി എത്രയാണ് നമുക്ക് വേണം. ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? മീൻ എടുത്താൽ മതി. ക്ലിയർ? മീൻ റേറ്റ്. ക്ലിയർ? സോ മീൻ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ മീൻ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക? മീൻ റിട്ടേൺ ഓർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈക്വൽ ടു സം ഓഫ് X ഡിവൈഡ് ബൈ N. 2 ആണ് ഉള്ളത്. അപ്പോൾ 2 കൂടെ കൂട്ടുക, ഡിവൈഡ് ബൈ 2, N ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ ആ രീതിയിൽ എടുക്കണം. സോ എയുടെയും ബിയുടെയും മീൻ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എയുടെ എത്രയാണ് വരിക? 12 + 18 ഡിവൈഡ് ബൈ 2 വരും. ദാറ്റ് ഈസ് അല്ലേ 30 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 50. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ എയുടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടുന്നത് 30 ആണ് വരിക അല്ലേ? സം ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ 2 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ബിയുടെ വരുന്ന സമയത്ത് എന്ത് വരും? ഇതുപോലെ 14 + 12. ഓക്കെ, ഇപ്പോൾ 2 കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 26 വരും. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും.
15 കിട്ടി 13 കിട്ടി. സോ ദിസ് ഈസ് മീൻ റിട്ടേൺ. ക്ലിയർ? അപ്പോൾ ഈ മീൻ റിട്ടേൺ അല്ലെങ്കിൽ നമ്മൾ എന്തുകൂടെ പറയാം, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് വേണമെങ്കിൽ പറയാം, ER. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് റിട്ടേണിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, പോർട്ട്ഫോളിയോ റിട്ടേൺ കണ്ടുപിടിക്കാം അല്ലേ. സോ പോർട്ട്ഫോളിയോ റിട്ടേൺ എങ്ങനെ കണ്ടുപിടിക്കുക? സോ അതിന് നമ്മൾ RP എന്നാണ് പറയുക അല്ലേ, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതാണ് താഴെ കാണുക അല്ലേ. സോ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ ഈക്വൽ ടു, ഇവിടെ ബാർ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, പോർട്ട്ഫോളിയോ റിട്ടേൺ. ക്ലിയർ? ദാറ്റ് ഈസ് റിട്ടേൺ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് XI ഇൻറ്റു RI. XI ഇൻറ്റു RI. എന്താ XI എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞ പ്രപ്പോർഷൻ ആണ്, R എന്ന് പറയുന്നത് റിട്ടേൺ ആണ്. ക്ലിയർ? മീൻ റിട്ടേൺ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? സോ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലേ. അതിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്? 60%. ദാറ്റ് ഈസ് 0.6 ഉണ്ട്, 0.4 ഉണ്ട്. ക്ലിയർ? റിട്ടേൺ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 15 കിട്ടിയിട്ടുണ്ട്, പിന്നെ എത്രയാണത്? 13 കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ, അപ്പോൾ മൾട്ടിപ്ലൈഡ് വാല്യൂ 15 ഇൻറ്റു 0.6 ദെൻ 13 ഇൻറ്റു 0.4. ക്ലിയർ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 9 പ്ലസ് 5.2. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 14.2. ഓക്കെ, അപ്പോൾ 14.2 ആണ് പോർട്ട്ഫോളിയോ റിട്ടേൺ. ക്ലിയർ? സോ പോർട്ട്ഫോളിയോ റിട്ടേൺ ഈസ് കാൽക്കുലേറ്റഡ് ആസ് 14.2. ക്ലിയർ? ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ അല്ലേ. രണ്ടാമത്തേത്, ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറിലേക്ക് വരുന്നു. ക്ലിയർ? സോ വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2? ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ. അപ്പോൾ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, ബിയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ, റിട്ടേണിൽ നിന്നും ഡീവിയേഷൻ വരാനുള്ള സാധ്യത അല്ലേ. സോ ഡീവിയേഷൻ ഫ്രം അല്ലേ, ഫ്രം ദി അല്ലേ, നമ്മൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ് വേരിയബിൾസിന് നമ്മൾ മീനുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന ഡീവിയേഷൻ അല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്തെടുക്കുന്നു. ക്ലിയർ? ആ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് അതിന് എന്ത് പറയും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു അല്ലേ, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇവിടെ ആദ്യത്തെ സെക്യൂരിറ്റീസിൻ്റെ അല്ലേ അന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ R1 എന്ന് കൊടുത്തിരിക്കുന്നത്, ആദ്യത്തെ അല്ലേ. അപ്പോൾ R2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ, ഇത് A ആണ്, ഇത് B ആണെന്ന് ഓർത്താൽ മതി. ക്ലിയർ? സോ R1 minus clear R1 bar clear whole square divided by n. Clear? So this is the root of R1 minus R1 bar raised to 2 divided by n. So this is a formula for calculating standard deviation. Clear? Squared deviation de nth root of squared deviation de root square root of this. Clear? So നമ്മൾ ഇതിനെ ടേബിൾ രൂപത്തിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും. എങ്ങനെ ചെയ്യാൻ പറ്റും? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ എ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എടുത്തു, അതാണ് എക്സ് വേരിയബിൾ അല്ലേ. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, സോ നമ്മൾ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അല്ലേ, എക്സ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റിട്ടേൺസ് ആണ്. ക്ലിയർ? അപ്പോൾ അത് എക്സ് ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? നമ്മൾ അടുത്ത് എന്താ കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. ക്ലിയർ? സോ ഡി തന്നിട്ടുണ്ട്. എന്താ ഡി എന്ന് പറയുമ്പോൾ, അപ്പോൾ ബാർ എക്സ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. മീൻ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയാണത്? സോ ബാർ എക്സ് തന്നിരിക്കുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 15 ആണ് വരിക. അപ്പോൾ ഡീവിയേഷൻ എന്ത് ചെയ്യണം? 15 എടുക്കണം അല്ലേ. സോ 12 മൈനസ് 15 എന്ന് പറയുമ്പോൾ എത്ര വരും? -3. 18 മൈനസ് 15 എന്ന് പറയുമ്പോൾ എത്ര വരും? 3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡി സ്ക്വയർ എടുക്കണം. അപ്പോൾ ഡി സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് -3 ഇൻറ്റു -3 എന്ന് പറയുമ്പോൾ 9 തന്നെയാണ് വരിക. ഇവിടെ വരുമ്പോൾ എത്ര വരും? 3 ഇൻറ്റു 3 9. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. അതിൻ്റെ ടോട്ടൽ എടുക്കും, സമ്മേഷൻ എടുത്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് ഇനി വേണ്ടത്? സ്റ്റോക്ക് ബീൻ്റെ നമ്മൾ എടുക്കുന്നു. സോ വാട്ട് ഈസ് സ്റ്റോക്ക് ബി? 14ഉം 12 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മീൻ എത്ര കിട്ടുക നമുക്ക്? സോ മീൻ ഈസ് 13 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 13 എടുത്തു. ദെൻ 14 മൈനസ് 13 ഈക്വൽ ടു 1. ദെൻ 12 മൈനസ് 13 ഈക്വൽ ടു -1. ഇനി നമ്മളതിൻ്റെ ഡീവിയേഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കും അല്ലേ, ദാറ്റ് ഈസ് സ്ക്വയർ എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ 1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലിൽ ഇവിടെ 3 ആണ് കൊടുത്തിരിക്കുന്നത്. -3ഉം -3 അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ 1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെയാണ്. അതുപോലെ -1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ 1 ആണ് കിട്ടുക. അപ്പോൾ 1ഉം 1ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയറിൻ്റെ വാല്യൂ ആണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി സ്റ്റോക്ക് എൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുകയാണ്. ക്ലിയർ? സോ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാൻ പറ്റും അല്ലേ. ദിസ് ഈസ്
the value obtained is deviation സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? വേരിയൻസ് ആണ്. ഇതിനെ പറഞ്ഞ പേരാണ് വേരിയൻസ്. ക്ലിയർ? ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ടാണ് എടുക്കുക. സോ സിഗ്മ സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ. ക്ലിയർ? സോ ദാറ്റ് ഈസ് സിഗ്മ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക. ദാറ്റ് ഈസ് 18 is the total value. So 18 is the variance ഇവിടെ കിട്ടിയിരിക്കുന്ന 18 നമുക്ക് d square കിട്ടിയിരിക്കുന്ന വാല്യൂ 18 ആണ്. ക്ലിയർ? സോ സ്റ്റാൻഡേർഡ് ഡിവിഷൻ റൂട്ട് ഓഫ് 18 divided by 2, n equal to 2, therefore 18 by 2 that is equal to root 9. അല്ലേ? ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 9 ആണ് കിട്ടുക. 18 by 2 is 9. Clear? Therefore root 9 equal to 3. So what is the standard deviation of A? So standard deviation of A equal to 3 ആണ് കിട്ടുക. അപ്പോൾ 3 ഇത് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് എയുടെ. ഇനി ബിയുടെ കണ്ടുപിടിക്കണം. ബിയുടെ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിക്കണം? 2 ആണ് അല്ലേ? സോ അതുപോലെ നമ്മൾ 2ൻ്റെ കണ്ടുപിടിക്കണം. 2 by 2 അല്ലേ? റൂട്ട് ഓഫ് 2. 2 is the deviation square and n is 2. Clear? So 2 by 2 എത്രയാണ് കിട്ടുക? 1. അപ്പോൾ 1ൻ്റെ റൂട്ടാണ് വരിക. 1ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1 ആണ് വാല്യൂ. ക്ലിയർ? സോ 1 is the standard deviation. So standard deviation of B equal to 1. അപ്പോൾ എയുടെയും ബിയുടെയും ഇൻഡിവിജ്വൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഡീവിയേഷൻ എടുക്കുക, ആദ്യം മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. മീനിൽ നിന്നും മീൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന റിട്ടേൺസിൻ്റെ ഡീവിയേഷൻസ് എടുക്കുക, ഡീവിയേഷൻസിനെ സ്ക്വയർ ചെയ്യുക. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സ്ക്വയർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ n ചെയ്തിട്ട്. ക്ലിയർ? അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ വി വിൽ ഗെറ്റ് ദി ആൻസർ. Clear? So this is how standard deviation of individual stock is computed. Okay. So what is next? So next is covariance between. നമ്മൾ കോവേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ കോവേരിയൻസ് രണ്ട് സെക്യൂരിറ്റീസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് സെക്യൂരിറ്റീസിൻ്റെ കോവേരിയൻസ് കോവേരിയൻസിൻ്റെ ഫോമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണത്? സമ്മേഷൻ ഓഫ് RX minus RX bar into RY minus RY bar divided by n. ഇതാണ് നമ്മുടെ ഫോമുല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിൻ്റെ ഡീവിയേഷൻ കണ്ടുപിടിക്കണം, ഇവിടുത്തെ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ക്ലിയർ? അതിൻ്റെ രണ്ടും കൂടെ എന്ത് ചെയ്യണം? ഇത്രയും പോർഷൻ്റെ ഡീവിയേഷൻ ഇത്രയും പോർഷൻ്റെ ഡീവിയേഷൻ കണ്ടുപിടിച്ച ശേഷം രണ്ടും കൂടെ ഇൻഡ്യൂ ചെയ്യണം. ക്ലിയർ? എന്നിട്ട് ഡിവൈഡ് ബൈ n ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കാം, ഒരു ടേബിൾ രൂപത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? സോ റിട്ടേൺ നമ്മളിവിടെ എഴുതി. ക്ലിയർ? കോളത്തിൽ റിട്ടേണിൻ്റെ കോളം എഴുതി. ക്ലിയർ? ഇതിനാണ് R എന്ന് പറയുന്നത്. ദിസ് ഈസ് RX. ഓക്കെ, ദിസ് ഈസ് RY. ഓക്കെ, ഇനി D എന്ന് പറയുന്നത് എന്താ? RX minus RX bar. Clear? So this is deviation. So what is deviation? Deviation from the mean. Mean നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്രയാണത്? 15 അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ പഴയ ടേബിളിൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ എഴുതിയാലും മതി. ക്ലിയർ? -3 കിട്ടും 3 കിട്ടും. ഇവിടെ ഡീവിയേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഡീവിയേഷനെ സ്ക്വയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ അത്രയും ആലോചിച്ചാൽ മതി. ഇനി അടുത്തെന്താണ്? RY കണ്ടുപിടിക്കും. RY എത്രയാണ്? 14ഉം 12ഉം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീവിയേഷൻ എങ്ങനെ എടുക്കുക? RY minus RY bar. ക്ലിയർ? അപ്പോൾ അതെടുത്തു. ഡീവിയേഷൻ എത്ര കിട്ടി? 1ഉം -1ഉം കിട്ടി. ക്ലിയർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്ക്വയർ ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? അപ്പോൾ D into D എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ദാറ്റ് ഈസ് DX into DY. എക്സിൻ്റെ ഡീവിയേഷനും വൈൻ്റെ ഡീവിയേഷനും തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോ തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ച് ഇവിടെ -3 ആണ് 1 ആണ് അല്ലേ? -3 into 1 എത്രയാണ്? -3 തന്നെ കിട്ടും. 3 into -1 എത്രയാണ്? -3 തന്നെ കിട്ടും. ക്ലിയർ? So therefore our total summation will be equal to -6. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതി അല്ലേ? സോ ഇവിടെ എന്താണ് ഈ വാല്യൂ എന്ന് പറയുന്നത്? RX minus RX bar into RY minus RY bar അല്ലേ? ഡിവൈഡഡ് ബൈ n ആണ്. അപ്പോൾ ഇത്രയും ഉള്ളതിൻ്റെ വാല്യൂ ആണ് -6. ക്ലിയർ? n എത്രയാണ്? 2. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? -3 ആണ് കിട്ടുക. സോ -3. സോ ദിസ് ഈസ് ദി കോവേരിയൻറ്റ് അല്ലേ? മൈനസ് നെഗറ്റീവ് ആയിട്ടുള്ള കോവേരിയൻസ് വരുമ്പോൾ എന്താണ്? റിസ്ക് കുറവാണെന്ന് അർത്ഥം. ഇന്ററാക്റ്റീവ് റിസ്ക് ബിറ്റ്വീൻ ദ സെക്യൂരിറ്റീസ് ആർ ലെസ്. ക്ലിയർ? റൈറ്റ്. ഇനി അടുത്തത് എന്ത് ചെയ്യണം? നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? രണ്ട് സെക്യൂരിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ RXY ഈക്വൽ ടു അല്ലേ? കോവേരിയൻസ് ഓഫ് XY ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് X ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Y. ക്ലിയർ? ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണത്? ഇവിടെ എക്സും വൈയും അല്ല, പകരം എയും ബിയും ആണ്. അത്ര മാത്രമല്ല വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? കോവേരിയൻസ് ഓഫ് ബിറ്റ്വീൻ A and B ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് A ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് B. ക്ലിയർ? പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം. വാട്ട് ഈസ് എ കോവേരിയൻസ്? -3. ക്ലിയർ? വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് A?
3. Clear? What is the standard deviation of B? That is 1. Clear? So minus 3 divided by 3 കിട്ടും. That is equal to minus 1. Clear? So minus 1 is the answer. So here correlation coefficient is also minus 1, negative. Clear? And therefore it is riskless. Clear? Risk free ആയിട്ടുള്ള riskless ആയിട്ടുള്ള. Clear? അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് രണ്ട്. അതുകൊണ്ട് റിസ്ക് വളരെ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ വി ഹാവ് കാൽക്കുലേറ്റഡ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൾസോ. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ലാസ്റ്റ് വൺ? സോ വി ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി പോർട്ട്ഫോളിയോ റിസ്ക്, ദാറ്റ് ഈസ് പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോർട്ട്ഫോളിയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ആദ്യം? പോർട്ട്ഫോളിയോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലേ? പോർട്ട്ഫോളിയോ വേരിയൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ ഫോമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? എക്സ് സ്ക്വയർ ഇൻറ്റു അല്ലേ സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ പ്ലസ് 2xx into 2 into xx into xy within bracket rxy into sigma x into sigma y bracket close. Clear? ഈ രീതിയിലാണ് എൻ്റെ ഫോമുല അല്ലേ? ഇത് നമ്മൾ നേരത്തെ പല പ്രോബ്ലംസ് ചെയ്തതാണ്. അപ്പോൾ ഫോമുല നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അവിടെ? നമുക്കറിയാം എക്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 60% ആണ് അല്ലേ? ദാറ്റ് ഈസ് എ ആണ്. എ സെക്യൂരിറ്റി ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇവിടെ എ ആണ് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ എക്സ് എ എന്നും വേണമെങ്കിൽ എഴുതാം. ക്ലിയർ? എക്സ് ബി അല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 0.4 ആണ്. ക്ലിയർ? ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് എത്രയാണ് കിട്ടിയത്? -1 ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3 ആണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എത്രയാണ്? 1 ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സോ 0.6 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 0.4 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4 within bracket correlation, that is -1 into 3 into 1. Clear? Standard deviation of A and B. Okay. Then reduce ചെയ്യുമ്പോൾ എത്ര വരും? 3.24 plus 0.16. Clear? Plus ഇത്രയും ഫിഗർ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1.44 ആണ് വരിക. ക്ലിയർ? അപ്പോൾ അത് എഴുതി. ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ പോസിറ്റീവ്സ് രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഈ മൈനസ് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ക്ലിയർ? അങ്ങനെ വരുന്ന സമയത്ത് എത്ര വരും? സോ വി വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് 1.96. ദിസ് ഈസ് എ വേരിയൻസ്. ഇതെന്താണ്? പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ്. ക്ലിയർ? സോ പോർട്ട്ഫോളിയോ വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി അല്ലേ? സ്ക്വയർ റൂട്ട് എടുത്താൽ. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1.96. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4. Clear? So this is the value. Okay. So this is how portfolio risk is calculated. Okay. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലുള്ള ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ.